വയനാട് നടക്കുന്ന കോൺഗ്രസ് ക്യാമ്പിലെ ഒരു ദൃശ്യമാണ്. മനോരമ ന്യൂസിലാണ് ഈ ദൃശ്യം കണ്ടത്. അവരുടെ എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് എന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. അറേഞ്ച് ചെയ്തതാണോ എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം അറേഞ്ച് ചെയ്തതാണോ, അതല്ല സ്വാഭാവികമായി ഉണ്ടായ ഒരു ദൃശ്യം അത് ക്യാമറയിൽ പകർത്തിയതാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ആരൊക്കെയാണ് ദൃശ്യങ്ങളിലുള്ളത്? ശശി തരൂരുണ്ട്. ശശി തരൂരാണ് പ്രധാന കഥാപാത്രം. കെ.സി. വേണുഗോപാലുണ്ട്, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി. VD സതീശനുണ്ട്, പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഇവരൊക്കെ ഉള്ള ഒരു ദൃശ്യമാണ്. മറ്റു കോൺഗ്രസ് നേതാക്കളും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ട്. നമുക്കാദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഈ ദൃശ്യത്തിൽ ശശി തരൂർ എന്തോ പറയുന്നു. അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നു K.C. വേണുഗോപാലും VD സതീശനും. പിന്നീട് ഒരു മാധ്യമത്തിൽ എന്താണ് ഇവർ സംസാരിച്ചത് എന്ന ചെറിയൊരു വാർത്തയും വന്നിട്ടുണ്ട്. K.C. വേണുഗോപാലിനെ കുറിച്ചാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂരിൻ്റെ വാക്കുകൾ തന്നെ മനോരമ ന്യൂസ് കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇവന് ലാംഗ്വേജിൻ്റെ ചില പ്രശ്നമുണ്ട്, അതുകൊണ്ട് വിവാദത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് വെച്ചാൽ ശശി തരൂർ വിവാദത്തിൽപ്പെടുന്നത് ലാംഗ്വേജിൻ്റെ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. ലാംഗ്വേജിൻ്റെ ചെറിയ പ്രശ്നം K.C. വേണുഗോപാലിനുണ്ട്, അതുകൊണ്ട് വിവാദത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോകുന്നു എന്നും. ഇതാണ് ശശി തരൂർ പറഞ്ഞത്. ഇത് കേട്ടാണ് പൊട്ടിച്ചിരിക്കുന്നത് K.C. വേണുഗോപാലും VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ. ശശി തരൂർ പങ്കെടുക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിലാണ്. കോൺഗ്രസ് ക്യാമ്പിൽ ശശി തരൂർ എത്തിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശദീകരണം നൽകുന്നുണ്ട് രഹസ്യമായിട്ട്. അവർ പറയുന്നത് ശശി തരൂരിനെ K.C. വേണുഗോപാൽ ആളെ വിട്ട് വിളിപ്പിച്ചതാണ്. പ്രത്യേക ദൂതനെ തന്നെ വിട്ടു, സംസാരിച്ചു. അതിനുശേഷം ദൂതൻ K.C. വേണുഗോപാലുമായി സംസാരിച്ചു. അതിനുശേഷം വീണ്ടും ദൂതൻ ശശി തരൂരിനെ കണ്ടു, സംസാരിച്ചു. ഇതേ തുടർന്നാണ് ശശി തരൂർ 2 ദിവസവും ക്യാമ്പിൽ പങ്കെടുത്തത് എന്ന്. അങ്ങനെ ദൂതനെ അയച്ച് ക്ഷണിച്ചു കൊണ്ടുവരേണ്ട ആളാണോ ശശി തരൂർ? ശശി തരൂരിൻ്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ നിലപാട് എന്താണ്? സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ നിരന്തരം പരിഹസിക്കുക. ദേശീയ തലത്തിൽ വലിയ വാർത്തയായ സംഭവങ്ങളാണ്. നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തുക. നരേന്ദ്രമോദിയുടെ നിലപാടിനെ, BJP സർക്കാരിൻ്റെ നിലപാടിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ശശി തരൂർ BJPയിലാണോ കോൺഗ്രസിലാണോ എന്ന സംശയം പോലും ഉണ്ടായി. ശശി തരൂർ BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു, BJPയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരെ വന്നു. കേരളത്തിൽ NDA മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരും എന്ന ചർച്ചകൾ വരെ കേരളത്തിൽ നടന്നു. ദേശീയ തലത്തിൽ എല്ലാവരും ഉറപ്പിച്ചതാണ് ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകും എന്ന്. അങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ്, അപ്പുറമാണോ എന്ന് വെച്ചാൽ BJPയുടെ ഒപ്പമാണോ അല്ല ഇപ്പുറമാണോ കോൺഗ്രസിനോടൊപ്പമാണോ എന്ന് പോലും അറിയാത്ത ഒരാളെയാണ്, ശശി തരൂരിനെയാണ് ആളെ വിട്ട്, ദൂതനെ വിട്ട് കോൺഗ്രസ് ക്യാമ്പിൽ എത്തിച്ചത് K.C. വേണുഗോപാൽ, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ K.C. വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ K.C. വേണുഗോപാൽ പറഞ്ഞ മറുപടിയുണ്ട്. ശശി തരൂർ കോൺഗ്രസിൻ്റെ വിലപ്പെട്ട നേതാവാണ്. നല്ല വാചകമാണ്. വിലപ്പെട്ട നേതാവാണ്. നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്ന, BJP സർക്കാരിന്റെ നിലപാടുകളെ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്ന, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും BJP സർക്കാരിൻ്റെ, നരേന്ദ്രമോദിയുടെ മുഖമായും വക്താവായും നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസിൻ്റെ വിലപ്പെട്ട നേതാവാണ്. ശശി തരൂരിനെ ഉപയോഗിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കണമെന്ന് തരൂരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും K.C. വേണുഗോപാൽ വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിലപ്പെട്ട നേതാവാണ്, കോൺഗ്രസിനോടൊപ്പം നിൽക്കണം, കോൺഗ്രസിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്ന് ശശി തരൂരിനോട് K.C. വേണുഗോപാൽ പറഞ്ഞത്. നടപടിയെടുത്ത് പുറത്താക്കേണ്ട ഘട്ടം ഒരു തവണയല്ല, നിരവധി തവണയുണ്ടായി. അപ്പോൾ AICC നേതൃത്വം ഒന്നും ചെയ്തില്ല. ശശി തരൂരിനെ സംരക്ഷിക്കുന്നത് K.C. വേണുഗോപാലാണ് എന്ന ചർച്ച കേരളത്തിൽ വന്നു, വാർത്തകൾ വന്നു. എന്തിനാണ് ഇത്രമാത്രം ശശി തരൂരിനെ സംരക്ഷിക്കാൻ K.C. വേണുഗോപാൽ നിൽക്കുന്നത്? എന്തിനാണ് ഈ മോദി ഭക്തനെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നത്? ഒരു സംശയവും വേണ്ട, BJPക്ക് കേരളത്തിലേക്കുള്ള വഴി ഒരുക്കുകയാണോ K.C. വേണുഗോപാൽ എന്ന സംശയമുണ്ട്.
കെ സി വേണുഗോപാലാണ് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊണ്ടുകൊടുക്കുകയും ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്ന അവസ്ഥ വരെ ഉണ്ടാക്കി കൊടുത്തത് ഇതേ കെ സി വേണുഗോപാലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കിക്കൊടുത്തത്, ഭൗതിക സാഹചര്യം ഒരുക്കിക്കൊടുത്തത്. ഇതെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്. അതേ കെ സി വേണുഗോപാലാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ശശി തരൂരിനെ, ബി ജെ പിയുടെ വക്താവിനെ പോലെ പ്രവർത്തിക്കുന്ന ശശി തരൂരിനെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പ്രത്യേക ദൂതനെ അയച്ച് വരുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? അതുമാത്രമല്ല, രണ്ടുപേരും ഇരുന്ന് ചിരിച്ച് കളിച്ച് പൊട്ടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം മാധ്യമങ്ങളുടെ പുറത്തുവിടുന്നു. അതിൽ വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവിനെ കൂടി പങ്കെടുപ്പിക്കുന്നു. എന്താണ് നടക്കുന്നത്? സംശയമേ ഇല്ല, കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള കളികളാണോ എന്ന സംശയത്തിലേക്ക് തന്നെയാണ്. കാരണം ഇതിനെല്ലാം പിറകിൽ കെ സി വേണുഗോപാലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരേന്ത്യയിൽ കെ സി വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ നാം ഒന്ന് കണ്ടാൽ മതി. ബി ജെ പി കൂടുതൽ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിക്കുന്നു. കോൺഗ്രസോടൊപ്പമുള്ള ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്നു. അതേ കെ സി വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലേക്കും ബി ജെ പിയെ കൊണ്ടുവരുവാനാണോ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത്. വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ നാളെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും.